അസ്സലാമലൈക്കും. വാഹിദ നൗഫൽസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ് കേട്ടോ. ദിവസം എന്ന് വെച്ചാൽ പർച്ചേസിങ് ഡേ ആണ്. എനിക്ക് എൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കുക, പച്ചക്കറി, ഫിഷ്, ചിക്കൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഒന്നിച്ച് മേടിച്ചിട്ട് അതിങ്ങനെ തരം തിരിച്ച് ഇന്ന ദിവസത്തിലേക്ക് ഇത്ര ദിവസത്തിലേക്ക് എന്നൊക്കെ മാറ്റി മാറ്റി വെക്കണതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചിലവർക്കൊക്കെ നെഗറ്റീവ് അടിക്കും. എന്തിനാ ഇത് ഒന്നിച്ച് മേടിച്ച് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ ഉപയോഗിക്കണേ എന്നൊക്കെ, അന്നൊന്നും ആവശ്യമുള്ളതൊക്കെ മേടിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കും. സത്യത്തിൽ ഇവിടെ ഹസ്ബൻഡിന് അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് സാധനങ്ങൾ മേടിച്ച് തരാൻ പറ്റിയ ഒരു ജോലിയൊന്നും അല്ല കേട്ടോ. വെളുപ്പിന് പോയി പിന്നെ രാത്രിയിൽ വന്നു, അല്ലെങ്കിൽ പിറ്റേന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവുന്ന ആളല്ല. അപ്പം നമുക്കിങ്ങനെ ഒരുമിച്ച് സാധനങ്ങൾ മേടിച്ച് സ്റ്റോർ ചെയ്യാമെന്ന് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിവിധി. അപ്പോൾ ഇതൊന്നല്ല പറഞ്ഞു വന്നത്, ഞാൻ എൻ്റെ ഒരു ക്യാരക്ടറിനെ പറ്റി പറയാനാണ് കേട്ടോ. എല്ലാ ദിവസവും ജോലിയൊക്കെ കഴിയുമ്പോൾ എന്തായാലും ഒരു വൈകിട്ട് 3 മണി 4 മണി ആ ഒരു ടൈമൊക്കെ ആവും എല്ലാ ജോലികളും കഴിഞ്ഞ് ഫ്രീ ആയി കഴിയുമ്പോൾ. അപ്പം ഞാനൊരു കാര്യം തീരുമാനിക്കും, ഇൻഷാ അള്ളാ നാളെ എന്തായാലും രാവിലെ എണീക്കുമ്പോൾ വെളുപ്പിന് എഴുന്നേൽക്കണം. നേരത്തെ എഴുന്നേറ്റ് എല്ലാ ജോലികളും ചെയ്ത് കറക്റ്റായിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും കുളിച്ച് കുറേ ഫ്രീ ടൈം ഉണ്ടാക്കിയെടുക്കുക. ആ ടൈമിൽ എൻ്റെ കൂട്ടുകാരികളെ കാണാൻ പോവാം, ഫോൺ വിളിക്കാം, ആരെങ്കിലുമൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അയൽവക്കത്തൊക്കെ അങ്ങനെയൊക്കെ പോയി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ എത്ര മണിക്ക് അലാറം വയ്ക്കും? രാവിലെ 4 മണിക്ക് അലാറം വയ്ക്കും. അലാറം ഫസ്റ്റത്തെ അലാറം ആദ്യത്തെ റിങ് അടിക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യത്തെ അലാറം തന്നെ കട്ട് ഓഫ് ചെയ്യും. ഈ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത അലാറം അടിക്കുന്ന ഒരു 5 മിനിറ്റ് ഉണ്ടല്ലോ, ആ ഒരു 5 മിനിറ്റ് നേരം ഞാനിങ്ങനെ ഉണ്ടാക്കി സ്വപ്നം കാണും. എന്തെന്നാണെന്നറിയാമോ ഇങ്ങനെ ഓർക്കണത്? എന്തിനാ ഇപ്പം ഇത്ര നേരത്തെ എണീറ്റിട്ട്? ചായ കടി ഉണ്ടാക്കാനല്ലേ? വേണ്ട, സാരമില്ല, കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റാൽ മതി, അവിടെ കിടന്നോ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ എന്നെ തഴുകി ഉറക്കും. അങ്ങനെ ഞാൻ ഉറങ്ങി ഒരു 5:30 മണിക്കുള്ള ഒരു അലാറം ഉണ്ട്. ആ അലാറത്തിന് ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ എൻ്റെ മോളുടെ ട്യൂഷൻ പോക്ക് വൈകും. അപ്പം ഞാൻ എന്തായാലും ആ അലാറത്തോടു കൂടി ഞാൻ എഴുന്നേറ്റു. മൊബൈലൊക്കെ നോക്കി വാട്സപ്പൊക്കെ നോക്കി എല്ലാം ചെക്കൊക്കെ ചെയ്ത് പതുക്കെ ചായ ഉണ്ടാക്കി കടിയുണ്ടാക്കി നെക്സ്റ്റ് അലാറം 7 മണിയുടെ അലാറത്തോടു കൂടി ഞങ്ങളുടെ ജീവിതം മാറി മറിയുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ ഹസ്ബൻഡിന് എഴുന്നേറ്റ് റെഡി ആവാനുള്ള ടൈമിൻ്റെ അലാറമാണ്. ഈ അലാറത്തോടു കൂടി അങ്ങോട്ടോടല് ഇങ്ങോട്ടോടല്, ചായ കടി ചോറ് കറി, കുട്ടികൾക്ക് പോകാനുള്ളത്, ഹസ്ബൻഡിന് പോകാനുള്ളത് എല്ലാം തഗ് ദിമ്മിയായിട്ട് നടത്തി 8:30-9 മണിയോടുകൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാകും. 4 മണിക്ക് എഴുന്നേറ്റായിരുന്നെങ്കിൽ ഇതൊക്കെ നല്ല സുഖമായിരുന്നല്ലോ, എന്തിനാ ഇങ്ങനെ പാട് വെച്ചതെന്നൊക്കെ അന്നേരം ഓർക്കും. എന്നാലും എല്ലാ ജോലികളും ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഓർക്കും, ഇത്രയും നേരം ജോലി ചെയ്താലേ അരമണിക്കൂർ റെസ്റ്റ് എടുക്കാമെന്ന് കരുതി അരമണിക്കൂർ 9:50 ആയിട്ടുള്ളൂ, 10 മണിക്ക് മൊബൈൽ ഓഫ് ചെയ്യാമെന്ന് കരുതി വെറുതെ വാട്സാപ്പ് എടുത്ത് ഫേസ്ബുക്കോ എന്തെങ്കിലും എടുത്ത് മൊബൈലിൽ നോക്കിയിരുന്നാൽ 11 മണിയാകുമ്പോഴായിരിക്കും ഉറങ്ങണം. പടച്ചവനെ, 1 മണിക്കൂറല്ലേ എൻ്റെ പോയെന്ന്. വീണ്ടും പഴയ പോലെ തന്നെ തലേന്ന് തീർന്ന അതേ പണിയുടെ സമയത്ത് തന്നെ ഈ ജോലികൾ വീണ്ടും തീരും. അത് പക്ഷേ നെയ്യത്തിന് യാതൊരു മാറ്റവും ഇല്ല കേട്ടോ. ഇൻഷാ അള്ളാ നാളെ രാവിലെ 4 മണിക്ക് ഞാൻ എഴുന്നേൽക്കും.